കോഴിക്കോട് DMO ആരെന്നതിനെ ചൊല്ലിയുള്ള തർക്കം ശക്തമായതോടെ ആരോഗ്യവകുപ്പിന്റെ നടപടി ഇന്നുണ്ടായേക്കും. ഒരേ സമയം 2 DMOമാരാണ് ജില്ലയിലുള്ളത്. സ്ഥലം മാറിയെത്തിയ ഡോക്ടർ ആശാദേവിക്ക് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാതെ ഡോക്ടർ N രാജേന്ദ്രൻ DMO ആയി തുടരുകയാണ്. സ്റ്റേ വാങ്ങിയിട്ടുണ്ടെന്നും മാറി കൊടുക്കില്ലെന്നുമാണ് രാജേന്ദ്രന്റെ പ്രതികരണം. വിവരങ്ങളുമായി ഗോകുൽ K വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, ഈ കോഴിക്കോട് DMO തർക്കത്തിൽ എന്തായാലും ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ പ്രശ്ന പരിഹാരം എങ്ങനെ വരുത്താനായിരിക്കും ഉദ്ദേശിക്കുക? ഈ ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ ഉടനടി ഉണ്ടായില്ലെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കോഴിക്കോട് DMO ഓഫീസിലെ മാത്രം പ്രശ്നമല്ല ഇത്. കഴിഞ്ഞ 9-ാം തീയതി വന്ന ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് പ്രകാരം 4 DMOമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സ്ഥലം മാറ്റം ഉണ്ടായിരുന്നു. അതിൽ ചില ആളുകളൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയും സ്റ്റേ ഉത്തരവ് വാങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ സ്റ്റേ ഉത്തരവ് വന്നതിന്റെ സാഹചര്യത്തിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഈ ഉത്തരവിനെതിരെ എതിരഭിപ്രായം പ്രകടിപ്പിച്ച DMOമാരുമായി കൂടിയാലോചന നടത്താനും അവരുടെ അവകാശങ്ങളൊന്നും ഫലിക്കാത്ത രീതിയിൽ ഒരു തീരുമാനമെടുക്കാനുമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായത്. കോഴിക്കോടും കണ്ണൂരും എറണാകുളത്തും കൊല്ലത്തുമൊക്കെ ഈ സമാന പ്രശ്നം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 9-ാം തീയതി ആയിരുന്നു ആരോഗ്യവകുപ്പിന്റെ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് വന്നത്. 10-ാം തീയതി തന്നെ എറണാകുളം DMO ആയിരുന്ന ആശാദേവി കോഴിക്കോട് DMO ആയിട്ട് ചുമതല ഏറ്റെടുക്കുന്നു. ഈ കോഴിക്കോട് DMO ആയിരുന്ന രാജേന്ദ്രൻ 10-ാം തീയതി സ്ഥാനം ഒഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് 12-ാം തീയതി ഇദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് സ്റ്റേ വാങ്ങുന്നു. സ്റ്റേ വാങ്ങി 13-ാം തീയതി ഇദ്ദേഹം ഇവിടെ ചുമതല ഏറ്റെടുക്കുന്നു. 13-ാം തീയതി രാജേന്ദ്രൻ കോഴിക്കോട് DMO ആയി വീണ്ടും ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് ആശാദേവി ഔദ്യോഗിക മീറ്റിംഗിന് വേണ്ടി തിരുവനന്തപുരത്ത് പോയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് ആശാദേവി പോയ സമയത്ത് രാജേന്ദ്രൻ വീണ്ടും ഇവിടെ ചുമതല ഏറ്റെടുത്തതായി അവർ മനസ്സിലാക്കിയതിനെ തുടർന്ന് അവധിക്ക് പോവുകയായിരുന്നു. സ്റ്റേയുടെ കാലാവധി കഴിയുന്നതുവരെ അവധിയിൽ തുടരാമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആശാദേവി അവധിയിൽ പ്രവേശിച്ചു. 20-ാം തീയതി കൂടി സ്റ്റേയുടെ കാലാവധി തീർന്നു. അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഒരു തീരുമാനമെടുക്കുന്നു. ഈ ഉത്തരവിനെ സംബന്ധിച്ച് തർക്കമുള്ള ആളുകളുമായിട്ട് ചർച്ച നടക്കുകയും ഒരു തീരുമാനം 1 മാസത്തിനകം എടുക്കണമെന്നുള്ള തീരുമാനം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സ്റ്റേയുടെ കാലാവധി മാറി 1 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് ട്രിബ്യൂണൽ ഉത്തരവിടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആശാദേവി വീണ്ടും ഇവിടെ ചുമതല ഏറ്റെടുക്കാൻ വരുന്നത്. കാരണം ആശാദേവി പറയുന്നു 9-ാം തീയതിയിലെ ഉത്തരവ് പ്രകാരം 10-ാം തീയതി താൻ DMO ആയിട്ട് ഇവിടെ ചുമതല ഏറ്റെടുത്തതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഈ DMOമാരുമായി കൂടിയാലോചന നടത്തി തീരുമാനമെടുക്കാൻ പറഞ്ഞതിലൊരു തീരുമാനം ഉണ്ടാവുന്നതുവരെ തനിക്ക് ഇവിടെ തന്നെ ചുമതലയിൽ തുടരാമെന്നൊരു കാര്യമാണ് ആശാദേവി പറയുന്നത്. നമ്മൾ ഇരുവരുടെയും പ്രതികരണത്തിന് അല്പസമയം മുമ്പ് ശ്രമിച്ചിരുന്നു. എന്നാൽ ആരും തന്നെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ പ്രവർത്തനം കഴിഞ്ഞ 24 മണിക്കൂർ അധികമായി താറുമാറായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ആരോഗ്യവകുപ്പിന്റെ ഉടനടിയുള്ള ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോടും കണ്ണൂരും സമാനമായ ഒരു സാഹചര്യവും പ്രശ്നവും പ്രതിസന്ധി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കണ്ണൂർ DMO ആയിരുന്ന പീയൂഷും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സമീപിക്കുക സ്റ്റേ ആവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ആരോഗ്യവകുപ്പിന്റെ ഉടനടിയുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ അത്യാവശ്യമാണ്. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.